ഫൈനലി ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആശുവിനെ അപ്പുറത്ത് വീണ്ടും കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴും സെയിം ഇത് തന്നെയാണ് അവസ്ഥ. ദെൻ ഇതൊരു വസ്ത്രാലയ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിരുന്നു. റേറ്റ് ഇച്ചിരി കൂടുതലാവുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാങ്ങാതെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ആശുവിന് ബബിൾസ് മാത്രം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാൻ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഫുഡ് വരാൻ ഇച്ചിരി ലേറ്റ് ആവും. അപ്പോൾ ആശുവിന് ആ ഒരു ബബിള് വേണം കളിക്കണം എന്നൊക്കെ പറഞ്ഞ വാശിയാണ്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ആ ബബിൾ എടുത്ത് കൊടുത്തിട്ട് അകത്തിരുന്ന് കളിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ ആശു പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആശുക്കുട്ടിക്ക് ബബിൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പത്തിയാക്കാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ ആശുക്കുട്ടി ചാടി ചാടി ആക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആശു ഫൈനലി ബബിള് ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനെ ആശു ബബിള് ചെയ്യുന്ന എക്സൈറ്റ്മെന്റിൽ അച്ഛൻ വിളിച്ച് പറയുവാണ്, അച്ഛാ നോക്കച്ചാ അച്ഛാ അച്ഛാ. ആശുവിന്റെ എക്സൈറ്റ്മെന്റ് എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അച്ഛൻ അവിടെ ഇന്ന് ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ച് അച്ഛൻ നിർവൃതി അടങ്ങി അങ്ങ് ഇരിക്കുവാണ്. ഞങ്ങൾ ഒരുപാട് നേരം ആ ഒരു സ്പോട്ടിൽ നിന്ന് ആശു ബബിൾസ് കാര്യങ്ങളൊക്കെ കളിച്ച് ഞങ്ങളുടെ പാസ്തയൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വഴിയരികിൽ വന്നപ്പോഴത്തേക്കും സ്ട്രീറ്റിൽ അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമോസും ചിക്കൻ 65 അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങി. പിന്നെ ആശയ്ക്ക് അതായത് ഹസ്ബൻഡിന് ഫിഷ് വേണമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഒരു ഫിഷ് ഫ്രൈ കൂടെ മേടിച്ച് ആ റൂമിലേക്ക് എത്തി. അങ്ങനെ 1-2 വീഡിയോസ് ഒക്കെ എടുത്തു. ആശു അങ്ങനെ സ്നഗ്ഗി കയറി, അതായത് ഡൈപ്പറിൽ ഇട്ട് നിൽക്കുവാണ്. ദെൻ ഞാൻ ആശുവിന് ഇച്ചിരി പാസ്ത കൊടുത്തു കേട്ടോ. ആശുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആശു തുപ്പി കളഞ്ഞു. പിന്നെ ഞാൻ ആ ടേസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടി കൊടുത്തതാ. ഫിഷ് ഫ്രൈയും കൂട്ടി അങ്ങനെ നമ്മുടെ രാത്രി അടിപൊളിയായി. അതായത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയെങ്കിലും ഈ പറയുമല്ലോ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനും മോളും കൂടെ ഭയങ്കര സ്നേഹം. അങ്ങനെ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. ബൈ ബൈ.